ഒരു ഷോർട്ടായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ രാവിലെ എൽ ജിയുടെ ഒരു ടി വിയെ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആണ്, റെഡിയാക്കുന്ന രംഗമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഒരു എൽ ജിയെ തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ 1-2 ഹോം തിയേറ്ററും കൂടെയൊക്കെ ചെയ്യാനുണ്ട്, സൗണ്ട് ബാർ ചെയ്യാനുണ്ട്. ഇന്ന് മൊത്തത്തിൽ എല്ലാം കൂടെ ഉണ്ട്. ഇന്നലെ ഞങ്ങൾ ഈ വർക്കുകളെല്ലാം ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇരുന്നതായിരുന്നു. പക്ഷേ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ ഇടിവെട്ടി മഴയായിരുന്നു. ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ സർവീസ് ചെയ്യുന്ന അപകടമായതുകൊണ്ട് ഞാൻ പരിപാടി നിർത്തി. എപ്പോഴും നമ്മൾ ലൈറ്റ്നിങ്ങിനെ ഫണ്ടാണ്ട് പേടിക്കണം. ലൈറ്റ്നിങ് കാരണം ഞാൻ വീഡിയോയ്ക്കകത്തൊരു ഞങ്ങളുടെ വീടിനടുത്തൊരു വീട്ടിൽ ഇടിവെട്ടിയതിൻ്റെ മണ്ണ് മുഴുവൻ കുത്തി തുറന്ന് വാർക്കയെല്ലാം പൊട്ടിച്ച് അവിടുത്തെ വീട്ടിലെ മൊത്തം വയറിങ്ങും മോട്ടർ വരെ കത്തിപ്പോയി. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങളൊന്ന് പുറകോട്ട് നോക്കിയാൽ കാണാം. കുറച്ച് ദിവസം ആയതാണ്. അപ്പോൾ അത്ര ഭീകരനാണ് ഈ ഇടി എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ ഇടിയുള്ള സമയത്ത്, പ്രത്യേകിച്ച് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ത്രാമഴ പോലത്തെ മഴയാണല്ലോ. ത്രാമഴ പോലത്തെ മഴയത്തെ ഇടി വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, വാഷിംഗ് മെഷീന്, ഇൻവെർട്ടർ എന്ന് വേണ്ട സകല സാധനവും തന്നെ ഊരിയിടേണ്ട ആവശ്യം ഉണ്ട്. ഊരിയിടേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഈ ഫോൺ അവിടെ കൊടുത്തിട്ട് പോരാൻ മേലായിരുന്നു. എടാ ഇങ്ങോട്ട് വന്നിരുന്നിട്ടെ, ഇത് കണ്ടോ, എന്നെ കാണിക്കണേ. ഇത് നല്ലപോലെ ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണേ കേട്ടോ. ഇതൊന്നും ചെയ്തു. ഇത് ഡ്രൈ ആയി പോകുന്നത് ഇങ്ങനെ വിട്ടിഞ്ഞ് പോരും. നല്ലതായിട്ട് അവിടെ അകത്ത് ക്ലാവ് വന്നിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ ലെഡ് ഇടുന്നത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കും. നമ്മൾ നല്ല ഫ്ലെക്സ് അവിടെ അപ്ലൈ ചെയ്യണം. ഇതൊക്കെ ഉണ്ട്, അത് പിടിക്കുന്നില്ല. അപ്പോൾ ഇനി കത്തി എടുക്കണം. ഒരു കത്തി എടുത്തുണ്ടോ? ഇതുകൊണ്ട് ഇപ്പോൾ ഈ കാലുകളൊക്കെ അകത്ത് കരി കയറി എന്നുള്ളതാണ്, ലെഡിനകത്ത്. അല്ലാതെ നമ്മളത് കറക്റ്റായിട്ട് പിടിക്കണമെങ്കിൽ അത് ശരിക്കും ഇങ്ങനെ ചിരണ്ടണം. ശരിക്കും ഇങ്ങനെ ചിരണ്ടി വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ ഇത് പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഉള്ളതിൽ കൂടുതൽ ട്രൈ ആവുകയുള്ളൂ. ചുമ്മാ ലെഡ് കൊണ്ട് അതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് കാര്യമില്ല. നമുക്ക് കണക്ഷൻ കിട്ടണമല്ലോ. അതുപോലെ നല്ലപോലെ ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് വേണം ഇത് ചെയ്യാൻ. നമ്മൾ ചിരണ്ട് ശരിയാകാത്തതുകൊണ്ട് അതവിടെ കറക്റ്റ് പിടിക്കുകയില്ല.
ഏതാണ്ടിയ ഏതാണ്ടി ഏ മിനിയോ ആരാ? ആ നമ്മുടെ താഴത്തെ മിനിയാണോ വിളിച്ചത്? പുള്ളിക്കറിയത്തില്ലേ വില. അപ്പോൾ ജിൻസി ഇല്ലേ അവിടെ? ഉം. ഏ അതെ അതെ. ഇപ്പം നമ്മളെ ആൾക്കാർക്കൊക്കെ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഇപ്പം ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ നോക്കി, 5 ലക്ഷം പേര് കണ്ടിട്ടുണ്ട് ആ വീഡിയോ. ഈ 5 ലക്ഷം പേര് സബ്സ്ക്രൈബ് ചെയ്ത് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയാലായിരുന്നു നമുക്ക്. ഭയങ്കര മടിയാണ്. ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ രക്ഷപ്പെട്ടെങ്ങാനും പോയാലോ എന്ന് ഓർത്താൻ തോന്നുന്നു, ചെയ്യാനുള്ള മടി. ഏ അതുകൊണ്ട് ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്യാം, നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണേ മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവർക്കൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നിങ്ങൾ ഇപ്പോൾ എൻ്റെ 7 ലക്ഷം പേര് കണ്ട വീഡിയോ വരെ ഉണ്ട്. എന്നിട്ട് എനിക്ക് ആകെ ഉണ്ടായിരിക്കുന്ന 54,000 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ഞെക്കുന്ന പ്രശ്നമുള്ളൂ. അതിൻ്റെ പേര് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല, പോവുകയില്ല. പറഞ്ഞ മനസ്സിലായി? നമ്മളെ സംബന്ധിച്ച് സബ്സ്ക്രൈബ് കയറുന്നതനുസരിച്ച് യൂട്യൂബിൻ്റെ മുമ്പിൽ നമുക്കൊരു അഭിമാനമാണ്. അപ്പോൾ കഴിവതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഞാനൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഛേദമില്ലാത്ത ഒരു ഉപകാരമാണ്. നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഒരു നഷ്ടവും ഉണ്ടാകാനില്ല, ചിലപ്പോൾ ലാഭം ഉണ്ടായിരുന്നിരിക്കും. കാരണം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അങ്ങനെ ഒരു ലാഭം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഇനി സബ്സ്ക്രൈബ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മുടെ പിന്നെ ഷോർട്ടുകൾ കാണുമ്പോൾ ഈ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞുകൊണ്ട് ഷോർട്ടുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് ഞെക്കിയാൽ മതി, അപ്പോൾ സബ്സ്ക്രൈബ്ഡ് ആയിക്കോളൂ. അല്ലെങ്കിൽ മെയിൻ വീഡിയോയ്ക്കകത്താണെങ്കിൽ സബ്സ്ക്രൈബ് ഉണ്ട്, അതിൻ്റെ അടിയിലുണ്ട് സബ്സ്ക്രൈബ് എന്നുണ്ട്, അതിലൊന്ന് ഞെക്കി വിടുക. ഇത് പഴയ LCD ആണ്. LCDയുടെ ഇൻവെർട്ടർ ബോർഡാണിത്, LCD ഇൻവെർട്ടർ ബോർഡ്. പിന്നെ അത് ടീകോം ബോർഡുള്ള ടൈപ്പാണ്, ടീകോം ബോർഡുണ്ട്. പിന്നെ ഇത് പവർ സപ്ലൈ ആണ്. ഇത് പവർ സപ്ലൈ ആണ്. ഇത് മദർ ബോർഡാണ്, LGയുടെ തന്നെ പ്രോസസ്സർ വെച്ചുള്ള മദർ ബോർഡാണിത്. ഇത്രയാണ് സംഭവം. ഇത് ശരിയാകും, വർക്ക് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊന്ന് നോക്കുകയാണ്. ആംപ്ലിഫയറും വേണ്ടേ? നടക്കര നമ്മൾ JBL നോക്കണം, നമുക്ക് സോണി വിട്ടാൽ മതി. മനസ്സിലായില്ലേ? JBL പേരിന് പറഞ്ഞാൽ അവിടെ ഇരുന്നോട്ടെ. കാരണം JBLൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടമാനമുണ്ട്, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റിയത്. ഇത് ഒറിജിനലില്ല, ഡ്യൂപ്പ് അവിടെ തന്നെ ഉണ്ട്. 1,500 രൂപ കുറവാണ്. മനസ്സിലായോ? നമ്മളത് എടുത്ത് വിറ്റാലേ നമ്മുടെ പേര് പോവും. ഈ ചൂടാ അല്ല, നമ്മളെ ഇപ്പോൾ കസ്റ്റമറുടെ ഇതിനനുസരിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തന്നെ പറഞ്ഞു കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പം കൊടുത്തു കഴിഞ്ഞ് മേടിച്ചോണ്ടൊക്കെ നല്ല സുഖത്തിൽ പോവും. അത് കഴിഞ്ഞ് കുടയൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് അടിച്ചു പോയി കഴിയുമ്പോൾ, അല്ല പെർഫോമൻസ് ഇല്ലാതെ വന്നു കഴിയുമ്പോൾ പറയും, സാറ് എന്നോട് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും കുഴപ്പമില്ലെന്നാണ് സാറ് പറഞ്ഞ്, അതുകൊണ്ടാണ് ഞാൻ അത് മേടിച്ചത്. സാർ എന്നോട് കർശനമായിട്ട് പറയേണ്ടതല്ലായിരുന്നു, ഒറിജിനലേ എടുക്കാവുള്ളൂ, പൈസ നോക്കരുത് എന്ന് എന്തിയാ പറയാഞ്ഞെന്ന് ഈ പറഞ്ഞ ആൾ തന്നെ ചോദിക്കും. ഇതാണോ അതിൻ്റെ സ്ക്രൂ? ഇതിൻ്റെ മാത്രം നമ്മൾ മാറ്റിയിട്ടതാണ്. കോഡ് വേറെ.
ഓണായോ? എവിടെ? ആ, ബോർഡല്ലേ. പച്ചായി നീലാണോ ആദ്യം കത്തിയേ? ഓക്കെ. അപ്പോൾ പവർ സപ്ലൈ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. ഇനി പടം നോക്കിയാൽ മതി. ഇനി എന്തെങ്കിലും ലൂസോ കാര്യങ്ങളോ ഉണ്ടോ എന്നറിയാൻ ഒന്ന് തട്ടി നോക്കിയേക്കാം. ലൂസൊന്നുമില്ല. അങ്ങനെ LG നമ്മൾ പവർ സപ്ലൈ ബോർഡ് നമ്മൾ റെഡിയാക്കി എടുത്തു. അല്ല പുതിയ പവർ സപ്ലൈ മേടിക്കാൻ പോകണം. ഓക്കെ, ഇനി കവറിട്ടോളൂ കേട്ടോ. മേളി വെച്ച് റെഡിയാക്കിയ LGയുടെ TV ആണ്. റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട്. ഇപ്പം മെയിനായിട്ട് നമ്മൾ പറയുമ്പോൾ LG പോലെയുള്ള LG, സാംസങ്, സോണി പോലെയുള്ള ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു 15 വർഷത്തിന് മേളിലുള്ള 15 വർഷത്തിന് മേളിൽ പഴക്കമുള്ള സെറ്റാണിത്. ഇത്രയും പഴക്കം ഉണ്ടായിട്ട് ഈ TV ഇപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ പുതിയ TVകളെല്ലാം 1 വർഷം 2 വർഷം കഴിയുമ്പോൾ പാനലും പോയി, ബോർഡും പോയി, പവർ സപ്ലൈയും പോയി നശിച്ചു പോകുന്നുണ്ട്. അതൊക്കെ തീരെ ക്വാളിറ്റി കുറഞ്ഞു വേണം. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നല്ല ബ്രാൻഡുകൾ നോക്കി മേടിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേരെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കിയാൽ സബ്സ്ക്രൈബ് ചെയ്തേരെ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേരെ, ഒരു ലൈക്ക് അടിച്ചേരെ, ഒരു ഹൈപ്പ് അടിച്ചേരെ. ആണ് ഇതിൻ്റെ സ്പീക്കർ ഔട്ടില്ല, അതൊന്ന് നോക്കുകയാണ്. സെബ്രോണിക്സ്. ഓ, ഇതും പണിതാ തോന്നുന്നു. കെൽട്രോണിൻ്റെ കപ്പാസിറ്ററൊക്കെ ഇട്ടിട്ടുള്ളതെന്ന് ഞാൻ പണിതാന്ന് കണ്ടപ്പോഴേ പറഞ്ഞു. ഈ കെൽട്രോൺ അല്ലയോ വേറെ വല്ലത് വേണോ എന്നറിയത്തില്ല. കെൽട്രോണിൻ്റെ കളറൊക്കെ കണ്ടു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ കെൽട്രോണിൻ്റെ കളറാണ് ഈ നീല ഓറഞ്ച് കളർ കപ്പാസിറ്റർ. വേറെ ഒരു കമ്പനിക്ക് ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ അല്ല, അങ്ങോട്ട് വെച്ചാൽ ഒരു വേറൊരു കുടിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചടങ്ങിയിരിക്കുന്നു. ബാക്കിയെല്ലാം പാടുന്നുണ്ടോ ഇതാ? ഓക്കെ, നോക്കാം. ഇല്ലായിട്ടോ, ഇതിനൊരു ലിങ്കായെന്ന് തോന്നുന്നു. ലെൻസ് കഴിഞ്ഞെടുത്ത്
പ്ലേ ഇട്ടോ, കുത്തിയിട്ട് പ്ലേ ഇട്ടോ. ഇത് ആ ബോർഡ് ഞാൻ അഴിച്ചെടുത്തു. ഇതിഞ്ഞെടുത്ത് എൻ്റെ ലെൻസിഞ്ഞെടുത്ത് ഉണ്ടോ പൈസ മാറിയിരിക്കുന്നു. അതിപ്പോൾ അത് ഇനിയിപ്പോൾ ഐസിമാർ റെഡിയാക്കി എടുക്കാൻ പാടായിരിക്കും. ഈ സൈഡ് ഇപ്പുറത്തെയാണ്. ഓക്കെ, നിർത്തിക്കും. സോണിയുടെ D40 സ്പീക്കറാണ്. 3 സ്പീക്കർ, 4 സ്പീക്കർ വരുന്നതാണത്. അത് പുതിയ സ്പീക്കറിന് 1500 രൂപയൊക്കെയാണ് ഇതിൻ്റെ വില, ഇതിൻ്റെ കവർ സഹിതം. അപ്പോൾ നമ്മൾ സ്പീക്കർ തന്നെയായിട്ട് മാറിയെടുത്താണ്. സ്പീക്കർ തന്നെ എനിക്ക് കുറച്ച് കിട്ടിയായിരുന്നു, അത് വെച്ച് മാറിയെടുത്താണ്. ആരെങ്കിലും ഇങ്ങനെ ഇതിൻ്റെ സ്പീക്കർ ഒരിടത്തും കിട്ടാനില്ല, കമ്പനിയിൽ വലിയ ഒരിടത്തും ഇല്ല. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട കുറച്ച് സ്പീക്കറും കൂടെ എൻ്റെ ഒരു കൈവശമുണ്ട്, തരാൻ പറ്റുന്നതായിരിക്കും. S40 ആണ്, S40. D40 S40 എന്നൊക്കെ പറയും. ഓക്കെ, 40 തന്നെ. അപ്പം അതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. 1 സെക്കൻഡ് മതി. ഇടുക. ഇത് കണ്ടോ, ഇതൊരു ഇസർക്ക TV20 ആപ്പ് സീരീസിലെ പുതിയ സീരീസാണിത്. ഇതിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തൊരു നല്ല മോഡലാണ്. ഇത് മറ്റേതിനേക്കാളും കുറച്ച് വില കൂടുമെന്നുള്ളൂ, പക്ഷേ നല്ല ലൈഫുണ്ട്. വണ്ടിയിലൊക്കെ വെക്കാൻ നല്ല പഞ്ചുള്ള ഒരു ബോർഡാണിത്. ഈ ഇസർക്ക TV21 എല്ലാത്തിനും പേരിടുന്ന എന്താണെന്ന് വെച്ചാൽ, സിഗരറ്റ് എന്ന് പറഞ്ഞാലല്ലേ സിഗരറ്റ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ ആംപ്ലിഫയർ ഏത് കമ്പനി ഉണ്ടാക്കിയാലും ഇപ്പോൾ ഈ പേരാണ് ഇട്ടുവിടുന്നത്. പക്ഷേ നമുക്ക് ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഇത് ആപ്ലിക്കേഷൻ, ഇൻറ്റേർണൽ ആപ്ലിക്കേഷൻ ഉള്ളതാണ്. ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് മൊബൈലിൽ ഇത് ചെയ്യാം. ഇതൊരു വണ്ടിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് പവർ സപ്ലൈ ഇല്ലാതെ കൊടുക്കുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങൾ വേറൊരു പവർ സപ്ലൈ ഇങ്ങനെ കൊടുത്തുന്നുള്ളൂ ഉള്ളൂ. അപ്പോൾ അത് ഞാനൊന്ന് പ്ലേ ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കാം. ഇത് കോപ്പ് പോയല്ലോ. നല്ല സൗണ്ടാണല്ലോ, നിങ്ങൾ കേട്ടല്ലോ. നല്ല പഞ്ചുള്ള നല്ല അടിപൊളി ആംപ്ലിഫയറാണിത്. ഇത് ഒത്തിരി ചൂടാവുമോ അങ്ങനെ യാതൊരുവിധ ഇതാരാണ് ഈ ഫോൺ വിളിക്കുന്നത്? ആരോ ഫോൺ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ പണി കളയാനാണോ നിങ്ങളിങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഓക്കെ, നമുക്ക് വണ്ടിയെ വെക്കാനാകുമ്പോൾ ചിലവും കുറഞ്ഞിരിക്കും. വണ്ടിയെ വെക്കേണ്ടവർക്കെല്ലാം എഴുതാം. ഇത് നമ്മൾ ട്രാവലറെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണ്ടവർ വിളിച്ചോളൂ. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ, സാധനം അയച്ചു തരാം. നമുക്ക് ഉത്തരവാദിത്തമുള്ള സാധനം അയച്ചു തരാം, നല്ല ഒറിജിനൽ സാധനം അയച്ചു തരാം. വെറുതെ കാശ് കളയണ്ട. ജോലിക്ക് നിൽക്കുന്നവർക്ക്, ഡ്രൈവർക്കൊക്കെയാണ് നോമിനി വെച്ചേക്കണത്. കാരണം നോക്കാം, മക്കളൊക്കെ പുറത്താ. അപ്പം വലിയ എമൗണ്ട് ഒക്കെ ഉണ്ട് ഇവിടെ. തൃപ്പൂണിത്തുറയാണ് സ്ഥലം. പക്ഷെ അവര് പറയാ ഈ നോമിനി വെച്ചേക്കണ ഇവരുടെയാണ്. എന്തെങ്കിലുമൊക്കെ കാശ് എടുത്തു കഴിഞ്ഞാൽ അവരെ കൊടുത്താൽ അവർക്ക് ചിലവാക്കാനായിട്ട് ഇതിൽ അത്രയ്ക്ക് വരുമാനമുണ്ട്, പൈസയുണ്ട്. FD ഒക്കെ ഇട്ടിട്ടേ. ഇപ്പൊ പൈസ മാത്രമേ ഉള്ളൂ, ബന്ധങ്ങളൊന്നുമില്ല. പൈസ എല്ലാ ബന്ധങ്ങളും പോയി. അപ്പോൾ അവർ ഇന്നലെ വന്നവർ 2 പേര് കൂട്ടുകാരാണ്. ഞാൻ അവരുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തിൽ പോകുന്ന വീട്ടിലത്ര താല്പര്യമില്ലെന്ന് അവർ തന്നെ പറയുന്നുണ്ടല്ലോ, കൂട്ടുകൂടി നടക്കുന്നതേ. അപ്പം ശരിക്കും കൂട്ടുകൂടി നടക്കണം, എൻജോയ് ചെയ്യണം.
എല്ലാവരുടെയും കൂടെ പോകണം. പക്ഷേ ആൾക്കാർ അതൊന്നും നോക്കാതെ കുറേ പൈസ സമ്പാദിച്ച് വെച്ചിട്ട് അവസാനം റോയി കാണിച്ച പോലെ വെടിവെച്ച് ചാകുക. ഇത് വെടിവെക്കാതെ ആവുന്നു, അറ്റാക്ക് വന്ന് കത്തു, ഇത്രയല്ലേ ഉള്ളൂ. റോയി പിന്നെ കുറേ എൻജോയ് ചെയ്തു തോന്നുന്നു. എനിവേ എൻജോയ് ചെയ്തു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ല, ഞാൻ ഉദാഹരണം പറയുന്നുള്ളൂ. പുള്ളിയുടെ പ്രശ്നം എന്നാന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ, കുറച്ചും കൂടെ എനിക്കും യാത്ര ചെയ്യണമെന്നുണ്ട്. ഞാനൊരു കല്യാണത്തിനോ മരിച്ചിടക്കിനോ ഒരു ബന്ധു വീട്ടിലെ പരിപാടികൾക്കോ ശരിക്കും പറഞ്ഞാൽ ഈ കൊണ്ടുവരേണ്ട അയക്കണ്ടെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ കൊണ്ടുവരും. ഇവർ രാത്രി 11:45 വന്ന് ഇവിടെ ഇരിക്കുമായിരുന്നു സെറ്റുമായിട്ട്. അവർ നോക്കിയപ്പോൾ ഗൂഗിളിൽ കണ്ടു 12 AM വരെ ഉണ്ടെന്ന് കണ്ടു. നിങ്ങൾ കണ്ടല്ലേ? ഇവിടെ വന്നിരുന്നു. ഞാൻ ഒരു ഇത് ടെൻ്റ് അടിച്ചിങ്ങാണ്ട് അവിടെ ബസ് സ്റ്റാൻഡിലെങ്ങാണ്ട് പോയി കിടന്നു. ടെൻ്റ് ഉണ്ടായിരുന്നു, ടെൻ്റ് അടിച്ച് ബസ് സ്റ്റാൻഡിൽ പോയി കിടന്നു. രാവിലെ ഞങ്ങൾ വന്നപ്പോൾ രണ്ടുപേരും ഇരിപ്പുണ്ട്, വണ്ടിയെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള എന്തെല്ലാം ടൈപ്പ് ആൾക്കാർ അത് ഇപ്പം എല്ലാവരും ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ അവർ വളരെ എൻജോയ്ഡ് ആണ്. അവരത് വേണ്ട വിധത്തിലൊരു വീഡിയോ പിടിച്ച് യൂട്യൂബിൽ ഇട്ടിരുന്നെങ്കിൽ അവർക്ക് നല്ല വരുമാനം കിട്ടിയത്. ഒരാൾ വക്കീല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ലായിരിക്കും, വരുമാനം ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ രസമായിരുന്നു. പിന്നെ ഇവർ അവരുടേതായ പുള്ളി പറഞ്ഞത് ഞങ്ങൾ അവിടെ ചെന്ന് എക്സ്പ്ലോർ ചെയ്തതെല്ലാം ചെയ്യുമ്പോൾ വീഡിയോ പിടിച്ചാൽ ഞങ്ങളുടെ ഒരു ഇതങ്ങ് പോയിട്ട് അതിലേക്ക് ശ്രദ്ധയാവുമല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാത്തെന്നാണ് പറഞ്ഞു. അപ്പോൾ AS21 നമുക്ക് സാർ നിങ്ങൾക്ക് ഒരാൾക്ക് മതിയോ അതായത് 4 പേർക്കും വേണോ? രാജേഷ് സാറോ? മാത്യു. അജയ്. രഞ്ജിത്ത്. 4 പേർക്കും ജോലിയാണോ? പുള്ളിക്ക് ബിസിനസ്. പുള്ളിക്ക് ജോലിയായി, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ 4 പേരും വ്യത്യസ്തമായ രീതിയിൽ തന്നെ പോകുന്നു. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഒന്നിച്ചിങ്ങനെ വന്നു? അവിടെ നാട്ടിൽ സുഹൃത്തുക്കളാണ്. നമുക്ക് കാഞ്ഞിരപ്പള്ളിക്ക് പോയേക്കാന്ന് പറഞ്ഞ് പോന്ന. ഓക്കെ. ഞങ്ങൾ അങ്ങനെ പല യാത്രകളും ഈവൻ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോയത് മുണ്ടക്കയ ഇടുക്കിയില് നമ്മുടെ സുശീല ചേച്ചിയുടെ ഒരു റെസ്റ്റോറന്റ് കാരണം പുള്ളിക്കാരി 30 കൂട്ടാൻ വെച്ചിട്ട് ഒരു വലിയൊരു ഗുണമാണ് കഴിക്കാൻ ഞങ്ങൾ പോയി. എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര രൂപ വില? വിലയും കുറവാണ്, പിന്നെ റീസണബിൾ റേറ്റ് ഉണ്ട്. അപ്പൊ ഇനി ഉണ്ണാൻ ഇടുക്കിക്ക് പോകേണ്ട ഒരു ജിൻസി അല്ല, അത് രസം എന്താ വെച്ചാലേ തിരിച്ചു പോകാ. ഇടുക്കി പോകുമ്പോ കാണാൻ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ, നല്ല. അല്ല, നമ്മൾ യാത്രകളെ നമുക്ക് സന്തോഷകരമാക്കുന്നത് നമ്മൾ ആരുടെ കൂടെ യാത്ര ചെയ്തെന്നുള്ളതിനെ ആശ്രയിച്ചാന്ന് യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് വളരെ കറക്റ്റാണ്. ഇപ്പം നമ്മൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇവർ രണ്ടുപേരും മിണ്ടാതിരുന്ന് എവിടെ വേണേലും ചിലപ്പോൾ പോയിട്ട് വരും. വല്ല രസമുണ്ടോ? അത് നമുക്ക് നല്ല കൂട്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പണിക്കാരനായിക്കോട്ടെ അയലോക്കംകാരനായിക്കോട്ടെ കൂട്ടുകാരനായിക്കോട്ടെ, അവരുമായിട്ട് നമുക്കൊരു കെമിസ്ട്രി ഉള്ള ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് ഇത് ചെയ്തിട്ടില്ലാത്തവർക്ക് മനസ്സിലാകില്ല. പണ്ട് ആരെങ്കിലും പറഞ്ഞാലേ പ്രേമിച്ചവനല്ലേ പ്രേമിക്കുന്നതിൻ്റെ ഒരു സുഖവും ദുഃഖവും അറിയത്തുള്ളൂ എന്ന് പറയും. ഇതുവരെ ജീവിതത്തിൽ പ്രേമിച്ചിട്ടില്ലാത്തവന് പ്രേമം എന്നാണെന്നറിയാം എന്ന് പറഞ്ഞ പോലെ മിനിമം ഒരു പോലെയുള്ള യാത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളെ പരിപാടി ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ക്രൈസ് ഉള്ള രഞ്ജു ബൈക്കിൽ എവിടെയെങ്കിലും ഉച്ചയ്ക്കായിരിക്കും തോന്നലെ ഇന്നടത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ പാതിരാത്രി ആയിരിക്കും തിരിച്ചു വരാം. ഞങ്ങൾ പണ്ടേ ഇവിടെ ഈ പണിയുടെ സ്ട്രെയിൻ ഇങ്ങനെ എടുത്ത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളൊരു വല്ലാണ്ടാവുമ്പോൾ ചിലപ്പോൾ ഞങ്ങളിങ്ങനെ പണ്ട് ബൈക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളും ഇതുപോലെ കുട്ടിക്കാനത്തിന് പോയാലോ, ഞങ്ങൾ നേരെ കുട്ടിക്കാനത്തിന് പോവാണ് വൈകുന്നേരം, പാതിരാത്രിക്കേ വരുള്ളൂ. അത് ഭയങ്കര റിലാക്സേഷൻ. അവിടെ പോയി ഭയങ്കര കാറ്റും തണുപ്പൊക്കെ അടിച്ച് വന്ന് കിടന്നൊക്കെ വരുമ്പോഴത്തേക്കും രസമായിരുന്നു. അന്ന് അവിടെ മിസ്റ്റി മൗണ്ടൻ്റെ ഹോട്ടൽ ചെയ്ത സമയത്ത് ഞങ്ങളവിടെ വൈകുന്നേരം പോയായിരുന്നു പണി മൊത്തം. അപ്പോൾ പണിയെല്ലാം കുറേ 12 മണിയാകുമ്പോൾ തണുപ്പ് കാരണം നമ്മളവിടെ എവിടെയെങ്കിലും കിടന്ന് അവിടെ സോഫായി കിടന്ന് ഉറങ്ങിപ്പോവും. നല്ല സുഖമായിരുന്നു. അങ്ങനെ ഇപ്പം അതൊക്കെ നമ്മുടെ പുതിയ തലമുറ പിള്ളേർ ഇതൊക്കെ ആസ്വദിച്ച് വേറെ രാജ്യങ്ങളിലൊക്കെ പോയി ട്രാവലൊക്കെ ചെയ്ത് അവരവിടെ ജോലി ചെയ്ത് അവരവരുടേതായ രീതിയിൽ അവർ അതിൻ്റെ ഒരു രസം പഠിച്ചു. അവരിനി തിരിച്ചു വരികയില്ല, ഇവരാരും തിരിച്ചു വരത്തില്ല. ഇനി അല്ല ആ രാജ്യത്ത് നിന്ന് ഇവരെ പുറത്താക്കിയ അമേരിക്കയിൽ നിന്ന് കുറച്ചവന്മാരെ കൊണ്ടുവന്നില്ല, അതുപോലെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ വരുവുള്ളൂ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്ര ആസ്വദിച്ച് ആ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എന്നാ ഉണ്ടെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇവിടെ എന്നാ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു സമാധാനമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ. ഇപ്പം സത്യമായിട്ട് സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശാന്തമായിട്ട് ജീവിക്കുന്നവർക്ക് കേരളം കുഴപ്പമൊന്നുമില്ല. കേബിൾ ടി വിക്ക് നിങ്ങൾ ഇൻ്റർനെറ്റും ഇല്ലേ? ഏതിൻ്റെ ഏത്?
അല്ല വേറെ ഏതാണ്ട് ഒരു പേരൊക്കെ ഉണ്ടല്ലോ. K-Phone ഉണ്ടോ? അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അതെല്ലാം ഇതിനകത്തൂടെ കയറി പോവും, ഒപ്റ്റിക്കൽ ഫൈബർ കയറി പോവും. അത് അതിൻ്റെ കോഡടിച്ച് കയറിയാൽ മതി. ഞങ്ങളവിടെ ഉപയോഗിക്കുന്നത് ഏതിൻ്റെയാണോ 840 രൂപ കൊടുത്ത് കഴിയുമ്പോൾ ഒരു മാസത്തേന്. ആ സ്പീഡ് അവരുടെ ഏറ്റവും കൂടിയ സ്പീഡാണ്. എൻ്റെ പേര് എന്നതാണ് എന്നാ സാറിൻ്റെ പേരല്ല ചോദിച്ചത്, ഡിഷിൻ്റെ. ഡിഷ് ഇപ്പോൾ കുറഞ്ഞില്ലേ, ഡിഷ് ഔട്ടായില്ലേ. അതുപോലെ തന്നെ ഈ കേബിളിൻ്റെ കൺസ്ട്രക്ഷനും കുറഞ്ഞില്ല, മുഴുവൻ ഇൻ്റർനെറ്റിലേക്ക് വന്നില്ലേ. എല്ലാം തന്നെ ഇപ്പം നെറ്റ് പാക്കേജാണ്, ഫുൾ പാക്കേജ് ആയിട്ടാണ്. ടൈം വെച്ച് വേണമെങ്കിൽ അത് പിന്നെ എടുക്കാമല്ലോ, മറ്റേ കേബിളാണ് അത് പറ്റിയല്ലോ. അങ്ങനെയൊക്കെ ഉള്ളൊരു ഗുണമുണ്ട്. ഏതായാലും നമുക്ക് ചെക്ക്. IT ഫീൽഡിലെ ആളല്ലേ? ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടിയ ആൾക്കാരാണ്. കാരണം അത് അല്ല, ഹാർഡ്വെയർ സോഫ്റ്റ്വെയറിനേക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. സോഫ്റ്റ്വെയറേ ഉള്ളൂ അതിനകത്ത്. ഹാർഡ്വെയർ ഉണ്ടെങ്കിലേ സോഫ്റ്റ്വെയർ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? ഹാർഡ്വെയറിൽ ഈ സാധനം ആദ്യം വർക്ക് ചെയ്യണം, എന്നാലേ സോഫ്റ്റ്വെയറിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹാർഡ് ഡിസ്കിന് ഇപ്പോൾ ഭയങ്കരമായിട്ട് വില കൂടിയിട്ടുണ്ട്, മെമ്മറിക്ക് ഭയങ്കരമായിട്ട് വില കൂടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്നാ? അതല്ല, ഇതെന്തുകൊണ്ടാണെന്നാണ് സാറ് മനസ്സിലാക്കിയത്. അതായത് എന്നോട് പലരും ഇങ്ങനെ അതിന് അഭിപ്രായം പറഞ്ഞു ലെഡിന് ഞങ്ങളുടെ ഫീൽഡിൽ സർവീസ് ചെയ്യുന്ന ലെഡിന് ഭയങ്കരമായിട്ട് വില കൂടിയെന്നാണ് എന്നോട് ലെഡ് അയച്ചു തന്ന ആൾ പറഞ്ഞു. ലെഡ്, ഷീൽഡ്, മെമ്മറി കാർഡിനൊക്കെ 250 രൂപയുടെ മെമ്മറി കാർഡിന് 1000 രൂപയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു കാരണങ്ങളിങ്ങനെ അവർ പറഞ്ഞു. അതാരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള പറഞ്ഞതായിരിക്കാം, ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ഇപ്പോൾ സാറിൻ്റെ ആരെങ്കിലും പറഞ്ഞ് എന്നാ സാറിന് ഇങ്ങനെ ഹാർഡ് ഡിസ്കിന് വില കൂടാൻ കാര്യം? ഈ ചിപ്പിന്റെ ഷോർട്ടേജ് ആണെന്ന് തന്നെ എല്ലാവരും പറയണം. ചിപ്പ് ഉണ്ടാക്കിയാൽ മതിയല്ലോ, ഷോർട്ടേജ് ഉണ്ടാക്കി. അതെന്ന് പറഞ്ഞാൽ അത് എന്തൊരു US എന്തോ ഒരു പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഒരു ബേസിലാണെന്നാണ് പറഞ്ഞ എല്ലാവരും. ഈവൻ 60,000 രൂപ ഉണ്ടായിരുന്ന ലാപ്ടോപ്പിന്റെ ഇപ്പോൾ വില 1,00,000 രൂപ. പ്രൈസ് വ്യത്യാസം വന്നു. ഈ മെമ്മറിയിലാണ് പ്രശ്നം ഉണ്ടായത്. മെമ്മറിയിലും പിന്നെ ഹാർഡ് ഡിസ്കിലും നല്ല വ്യത്യാസം. ഞാൻ തന്നെ നിയർലി ഒരു 3-4 ഓർഡർ കളയേണ്ടി വന്നു. അതിൻ്റെ പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു 100 മെഷീനിൽ ഒരു 10,000 റുപ്പീസിന്റെ ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് നല്ല പ്രൈസ് ഡിഫറൻസ്. അതിനും ഞാനിപ്പോൾ ചെയ്യുന്നില്ലെന്നോ ഇപ്പം കിട്ടാനില്ലെന്നോ പറഞ്ഞ് ഒഴിഞ്ഞില്ലെങ്കിൽ കയ്യിലെ കാശു. ഞാൻ ലെറ്റർ കൊടുത്തു ഇൻസ്റ്റിറ്റ്യൂഷന്, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരത് 50% ആയിട്ട് റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 100 മേടിക്കുന്നവർ അവർ 50 മേടിച്ചു. കാരണം അവർക്ക് ആ പ്രൈസ് ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അത് പ്രശ്നമല്ലേ. അത് ഭീമമായ ഒരു വളർച്ചയായിപ്പോലെ. ഒരു 5-10 രൂപ കൂടിയാൽ അത് ഓക്കെ. ഇപ്പം പ്രൈസിന്റെ വാലിഡിറ്റി 3 ദിവസവും 2 ദിവസമാണ്. ഒരാളൊരു പ്രൈസ് തന്നാ, ഇപ്പൊ ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ തന്നു 3 ദിവസം മാക്സിമം പ്രൈസ് വാലിഡിറ്റി. 3 ദിവസം കഴിഞ്ഞാൽ സാധനമില്ല, സാധനത്തിന് പ്രൈസ് മാറി, വേറെ പ്രൈസായി. ഭീകരമായ പ്രശ്നം ഉണ്ടാക്കും. എല്ലാ ബിസിനസ്സിനും തകർക്കും. സ്വർണ്ണം ഇപ്പോൾ 8,000 രൂപ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒറ്റയടിക്ക്. പിന്നെയും കയറിയെന്ന്. അതെയോ? ഞാനിത് നോക്കാത്തോണ്ട് നീ പറഞ്ഞാൽ മതി. ഞാൻ ഇടിച്ചു പോയെന്ന് മാത്രമേ കണ്ടുള്ളൂ. നമ്മുടെ സന്തോഷം വില ഇടിയുന്നതാണ് എനിക്കിഷ്ടം. ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. വാട്ടർ അതോറിറ്റിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനല്ല. നമ്മുടെ കുടിവെള്ളം ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്, പക്ഷെ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞും വരികയാണ്. അപ്പോൾ ആൾക്കാരുടെ അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ റോഡിൽ എവിടെ ചെന്നാലും ഈ പൈപ്പ് പൊട്ടിക്കിടക്കുന്ന മിക്കവാറും കാണുന്നത്. തീർച്ചയായും. അപ്പൊ അത് കറക്റ്റായിട്ട് അത് അറിയിച്ചിട്ട് അത് ഇപ്പൊ എല്ലാവർക്കും ആദ്യം ഇടുന്ന പൈപ്പ് ക്വാളിറ്റി ഇല്ലാത്തതായതുകൊണ്ടല്ലേ എന്ന് എനിക്കൊരു സംശയം. അത് ചില സ്ഥലങ്ങളിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാം നമ്മുടെ കൊച്ചിയിലൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കളിച്ചു പിടിച്ച് എല്ലാവർക്കും 5 സെൻറ്റ് സ്ഥലവും 10 സെൻറ്റ് സ്ഥലവുമായി. ഒരു കിണർ കുത്താനോ വെള്ളം എടുക്കാനോ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ എല്ലാവർക്കും പൈപ്പ് കണക്ഷൻ ഇന്ന് മസ്റ്റാണ്. ഒരു ദിവസം വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വന്നില്ലെങ്കിൽ ആ പെടും. വെള്ളം എന്ന് പറയുന്നത് ബേസിക് നീഡാണ്. ചോകര പോലെ അത്യാവശ്യമാണ്. ചോകരയില്ല ചത്തു പോകുന്ന പറഞ്ഞാൽ വെള്ളമില്ല ചത്തു പോകും. ഇപ്പൊ എല്ലാവർക്കും അത് അറിയാവുന്നതുകൊണ്ട് അറിയാവുന്ന അവസ്ഥയായി. ലീക്ക് ഉണ്ടെങ്കിൽ അതുപോലെ ശ്രദ്ധിച്ചാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ലീക്കേജ് ഉണ്ട് നമ്മളോട് അപ്പം തന്നെ പറയാറുണ്ട്. നമുക്ക് അതുപോലെ പ്രശ്നമാണ്. കൊച്ചിയിലൊക്കെ ഒരു സ്ഥലത്ത് വെള്ളം ഇല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഞങ്ങൾ എടുത്തെന്ന് പറഞ്ഞാൽ അത്രയും പേര് എടുത്തെങ്കിൽ മാത്രമേ അവിടെ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ വരുവുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെടുത്ത്. നമ്മൾ വെള്ളം എടുക്കാറില്ല. അപ്പോൾ മിനിമം 145 രൂപ അല്ലേടി?
145 രൂപ മാസം നമ്മൾ വെറുതെ അടച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഈ വെള്ളം ക്ലോറിൻ കയറിയ വെള്ളമല്ലേ, നമുക്കിത് വലുത്. പക്ഷേ കിണറില്ലാത്ത ഒത്തിരി വീട് നമ്മുടെ അടുത്തുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്കത് മസ്റ്റാണ്, അവർക്കത് വേണം. അത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങളെടുക്കാറില്ല, നമുക്ക് കിണറുണ്ട്. കിണറുള്ളതുകൊണ്ട് നമ്മൾ ആ കിണറ്റിലെ വെള്ളം നമുക്കൊരു വിശ്വാസമുള്ളൂ പറഞ്ഞത്. ഇത് പിന്നെ ഞങ്ങൾ പറമ്പിലൊക്കെ ഇടും, വേണമെങ്കിൽ ഇച്ചിരി നനയ്ക്കാനും ഒക്കെ ഉപയോഗിക്കും. പക്ഷെ അങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ മീറ്റർ വർക്ക് ചെയ്യില്ല എന്ന് വിചാരിക്കും. കാരണം നമ്മൾ മീറ്റർ ചിലപ്പോൾ മീറ്റർ കേടാണെങ്കിൽ അത് ഓരോ റീഡിംഗ് അല്ലേ കാണിക്കും. അപ്പൊ കുറച്ച് കൺസെപ്ഷൻ എന്താണെങ്കിലും കാണിച്ചേ പറ്റും. അപ്പൊ എന്നോട് ഇതുപോലെ റീഡിങ് എടുക്കാൻ വന്ന ആൾ ഇതുപോലെ സാറ് പറഞ്ഞ പോലെ പറഞ്ഞു, നിങ്ങൾക്ക് 4 മാസമായല്ലോ അതേ തന്നെ കിടക്കുള്ളൂ. നിങ്ങൾ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് കിണറുണ്ട്, സാറ് കാണാമല്ലോ കിണറുണ്ട്, ഞങ്ങൾ എന്തിനാ ഈ ക്ലോറിൻ വെള്ളം കുടിക്കുന്നത്, നമ്മുടെ മുടി കളയുന്നു, നല്ല 1-ാം തരം കിണർ കിടക്കുന്നു, pH ലെവൽ 5 ഉള്ള കിണർ കിടപ്പുണ്ട്. അപ്പം പുള്ളി എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ വണ്ടി കഴുകാനോ. ഓക്കെ, എന്നാൽ എനിക്കിവിടെ വേറൊരു വീടുണ്ട് ഇവിടെ ടൗണിൽ, അവിടെ ഞാൻ എടുത്തുമില്ല. കാരണം ഒരിക്കലും പറ്റാത്ത കിണറാവും, എനിക്കറിയാം അതുപോലെ പറ്റാത്ത കിണറാണ്. ആ അയലോകത്ത് 3 വീട്ടുകാർക്ക് മോട്ടർ അടിച്ചു കൊടുത്താൽ ആ കിണർ പറ്റിയാൽ പിന്നെ ഞാൻ എന്തിനാണ് 145 രൂപ വെച്ച് മാസം പെറുക്കുന്നത്. ഞാനന്ന് എടുക്കാഞ്ഞിട്ട് എല്ലാവരും എന്നെ നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു ഈ കിണർ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ വാട്ടർ അതോറിറ്റി കമ്മീഷൻ എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സർവീസ് ഒക്കെ നിങ്ങൾ വാട്ടർ അതോറിറ്റി നേരിട്ടാണോ? നമ്മൾ നമ്മൾ വാട്ടർ അതോറിറ്റി നേരിട്ട് തന്നെയാണ്, വാട്ടർ അതോറിറ്റിയുടെ ആണ് ഇപ്പോൾ കൊച്ചിയിൽ. സർവീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അധികം ദിവസം കഴിയാതെ അത് പൊട്ടിപ്പോകുന്നു. കാരണം നിങ്ങൾ ആവശ്യത്തിന് സ്പെയർ കൊടുക്കുന്നില്ല. ഇപ്പോൾ അത് കുറവാണ്. അതല്ല ഇതിനകത്ത് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ഇട്ടിരിക്കുന്ന പൈപ്പിന് ഒരു കാലാവധി കഴിയുമ്പോൾ ഇത് പൊട്ടാൻ തുടങ്ങും. ഹൈ പ്രഷറാണ് ഇത് വരുന്നത്. അല്ലെങ്കിൽ ഫുള്ള് പൈപ്പ് മാറണം. ഇപ്പൊ അവിടെ ചെയ്യാൻ പറ്റില്ല. അല്ല ഇപ്പൊ ഒരു വലിയ കറുത്ത പൈപ്പ് ഇങ്ങനെ വന്ന് അവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ടോ? അതിനകത്തൂടെയാണോ വെള്ളം പോകുന്നത്? അതിനകത്തൂടെ ചെറിയ പൈപ്പ് ഇടുവാണോ? ഇല്ല അത് അതിൽ തന്നെയാണ്. അത് റോ വാട്ടർ അല്ലാതെ മെയിൻ ഇതിലേക്ക്. അവിടെ ഇഷ്ടംപോലെ വെള്ളമുള്ള സ്ഥലം, അവിടെ മുഴുവൻ മാന്തി ഇടുന്നുണ്ട്. എന്തിനാന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ഇല്ലാത്ത ഏരിയയിൽ ഇട്ടാൽ നല്ല. നമ്മുടെ ഏരിയ നാട്ടിൻപുറമല്ല, അവിടേക്ക് ഇഷ്ടംപോലെ വെള്ളമുള്ള സ്ഥലം. അത് ഈ പുതിയ സ്കീമുകൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോ കൊണ്ടൊന്നും അവിടെ കുറെ പൈപ്പ് ഇങ്ങനെ അടുക്കിയിട്ടുണ്ട്. ഒരാൾ കയറി പോകുന്ന കൂട്ട് പൈപ്പ്. അതൊക്കെ കുറെ കഴിയുമ്പോൾ ആരും വെള്ളം എടുക്കാതെ എല്ലാം പോത്തുള്ളൂ. പക്ഷെ ഇവിടെയൊക്കെ വെള്ളം, കിണർ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതിനകത്ത് എന്തെങ്കിലും ഈ കോളി അതുപോലെ എന്തെങ്കിലും ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കാം. കാരണം ഇവിടെ നല്ല ഫിൽട്രേഷനൊക്കെ ആയിരിക്കും. അടുത്തൊക്കെ ഒത്തിരി അടുത്തടുത്ത് വീടുള്ളത്തെ പ്രശ്നമുള്ളൂ, അല്ലാതൊന്നും പ്രശ്നം കാണാൻ പറ്റും. കണക്ഷൻ എടുത്തിട്ടുണ്ട് കൂടുതൽ. കൊച്ചിയിലേക്ക് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ പ്രൊഡക്ഷൻ ഒരുപോലെയാണ്, പക്ഷെ കൺസപ്ഷൻ ഒരുപാട് കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടും. ഒരു പ്രാദേശികമായിട്ട് കുറച്ച് അത് വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ വരുന്നതാണോ? ജലനിധിയുടെ ഒക്കെ അത് ഓരോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിൽ വരും. പിന്നെ ഒത്തിരി പേര് ബൈക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഹലോ, തീർച്ചയായിട്ടും അത് നമ്മൾ വർക്ക് കഴിയുമ്പോൾ അത് പൂർവ്വസ്ഥിതിയിലാക്കണം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ആ വർക്ക് ചെയ്ത് നമ്മൾ പൂർത്തിയാവുണ്ടാവില്ല, അതിന് മുമ്പ് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഞാൻ വിളിക്കാം. ഓക്കെ, തിരക്കിലാണ്. എമർജൻസിയിൽ ചെയ്യുമ്പോൾ ഉള്ള ചെറിയ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ രാത്രിയിലൊക്കെ വരികയാണെങ്കിൽ നമ്മളത് ശരിയായിട്ട് അവിടെ ബോർഡുകളൊക്കെ വെച്ചിട്ട് വേണം വർക്ക് ചെയ്യാൻ എന്നുള്ളതാണ്. ആ ഒരു കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലാണ് അതുപോലെ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ ശ്രദ്ധിക്കണമെന്ന് എല്ലാവർക്കും ഡയറക്ഷൻ ഉള്ളതാണ്. വേഗം ചെയ്യുക, എന്നിട്ട് അത് പൂർവ്വസ്ഥിതിയാക്കുക. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാലേ പെട്ടെന്ന് അത് ഫിനിഷ് ചെയ്ത് അതിൽ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അത് എത്ര പേരെ അതെ, ബൈക്കുകാർക്ക് വലിയ പ്രശ്നമായത്. കാറെ പോലും പോയി നമ്മൾ അതിനകത്ത് അറിയാതെ വീഴുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടേ, അവിടെ ഒരു റോട്ടിൽ കുഴിച്ചു. നമ്മൾ സ്ഥിരം വരുന്ന റോഡിലാണ് കുഴിച്ചിട്ട് ഒരു ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അവർ കൃത്യമായിട്ട് അവിടെ മിറ്റിലും പാകി എല്ലാം സെറ്റ് ചെയ്തിട്ട് പോയതാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ മണ്ടയിൽ കുറച്ച് ടാറ് കൊണ്ടൊന്ന് ഒഴിച്ചാൽ മതിയായിരുന്നു. അവർ നല്ല സെറ്റ് ചെയ്തിട്ട് പോയത് ഞാൻ കണ്ട. ഇപ്പോൾ ആ ടാറ് ഒഴിക്കാഞ്ഞുകൊണ്ട് ആ മിറ്റിലും പോയി കുഴി ഇപ്പോൾ വലിയ ഗർത്തമായിട്ട് അവിടെ കിടപ്പുണ്ട്. ബൈക്കിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവൻ മരണപ്പെടും, ഗ്യാരണ്ടിയാണ്. അപ്പോൾ അത് ഒരു സമയബന്ധിതമായിട്ട് ചെയ്യുവാണെങ്കിൽ എപ്പോഴും നല്ലതാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം ഒരുത്തം മരിച്ചു കഴിഞ്ഞാൽ ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. മാക്സിമം കുറ്റം വാട്ടർ അതോറിറ്റിക്കാരനെ പറഞ്ഞു കേട്ടു. എനിക്കിട്ട് ഭാരം വരുന്ന സാധനമല്ല, എന്റെ ജോലി പോകരുത്. അപ്പൊ സാറിനെ കൊണ്ട് അവസാനം പറഞ്ഞാൽ മതി, വാട്ടർ അതോറിറ്റി ഇത്ര ഉത്തരവാദിത്തമുള്ള കമ്പനി വേറെ ഇല്ല. നല്ല പ്രവർത്തനങ്ങളാണ് ഇപ്പൊ ചെയ്യുന്നത് വാട്ടർ അതോറിറ്റിയുടെ.
ക്വാളിറ്റി പണ്ടത്തെക്കാളും മെച്ചമായിട്ടുണ്ട്. അല്ല കൊച്ചിയിലൊക്കെ കുറച്ചുകൂടി ഭയങ്കര ഒരു ഇതുണ്ട്. അല്ലല്ല ഈ സ്കീമുകളൊക്കെ കൊച്ചിയിൽ അത് വന്നിട്ടേ. കാരണം വളരെ ക്രൂഷ്യലുമാണ് ഓക്സിജൻ പോലെ നീടാ, കൊച്ചിയിൽ ഓക്സിജൻ പോലെ നീടാ. പ്രശ്നമാണ്, നമ്മൾക്ക് അറിയാം. ഇവിടെയൊക്കെ എല്ലാവർക്കും ആ, കേട്ടിട്ടുണ്ട്. അവിടെ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇത് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. കാരണം നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കിണറ്റിലെ വെള്ളം ഉപയോഗിച്ച് പഠിച്ച് നമുക്ക് പറഞ്ഞ പ്രശ്നമുള്ളൂ, വെള്ളം മോട്ടർ കറണ്ട് ഇല്ലാതിരിക്കല്ല, മോട്ടർ അടിക്കാൻ ബുദ്ധിമുട്ട് വരരുത്. ഈ മോട്ടർ അടിക്കാൻ ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് പ്രശ്നമില്ല, നമ്മളൊരു ബക്കറ്റും കയറുമായിട്ട് ഇറങ്ങിയാൽ നമ്മുടെ പരിപാടി കഴിയും. മറ്റേത് അങ്ങനെയല്ല, എവിടെ പോയി വെള്ളം കോരും? ടൗണിൽ താമസിക്കുന്നവരൊക്കെ വലിയ ഇതിപ്പോൾ അവർ അത് കാരണം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വന്നു വെച്ചാൽ നമ്മളോട് പറയും, അല്ലെ ഫോൺ വിളിച്ചാണ് പറയും ഇന്ന അടുത്തൊരു ലീക്കേജ് ഉണ്ട്, അപ്പോൾ വേണ്ട അത് ചെയ്യാൻ. കാരണം നമ്മൾ അത്രയും പ്രൊഡക്ഷൻ പോവുകയാണല്ലോ. നമ്മളും ഇപ്പോൾ എല്ലാവരും നല്ല അലേർട്ടാണ്, അതുകൊണ്ട് വേഗം വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റേ സാറ് അങ്ങേറ്റത്തെ സാറ് എവിടെയാ? വിദേശത്തല്ലേ? ഏത് രാജ്യത്താ? കൊറേഷ്യ എവിടെയാ? ഏത് ഏരിയ? യൂറോപ്പിലുള്ള കേട്ടിട്ടുള്ള രാജ്യമാണ് കൊറേഷ്യ. ആ അങ്ങനെയാ പരിചയം, കൊറേഷ്യ. ആ അങ്ങനെയാ, ഫുട്ബോൾ കളി വരുമ്പോഴാണ് പല രാജ്യവും കേൾക്കുന്നത് തന്നെ, അല്ലെങ്കിൽ തിരിച്ചറിയത്തില്ലല്ലോ. അവിടെ എന്നാ ജോലി എന്നാ? അവിടെ ഒരു കമ്പനിയിലെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഒരു കമ്പനിയിലെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുക. മെയിൻ്റനൻസ്. ഓക്കെ. സുഖമാണോ കൊറേഷ്യയിൽ? സുഖം, കുഴപ്പമൊന്നുമില്ല. നല്ല രാജ്യം. തണുപ്പാണോ? തണുപ്പാണ്. ആ ഇപ്പൊ തണുപ്പ് സമയമാണ്. മെയ്യൊക്കെ ആകുമ്പോൾ ക്ലൈമറ്റ് മാറും. അല്ല ഇപ്പം കേരളത്തിൽ ജനിച്ചു വരുന്ന ആളല്ലേ? കൊറേഷ്യ പോയിട്ട് എത്ര നാളായി? 5 വർഷമാണ്. 5 വർഷമാണ്. ഈ 5 വർഷത്തിന് പുറകോട്ട് കേരളത്തിലെ ജീവിതം വെച്ച് നോക്കുമ്പോൾ കൊറേഷ്യയാണോ കേരളമാണോ നല്ലത്? ജീവിക്കാൻ നല്ല കേരളം തന്നെ. കേരളം തന്നെ ജീവിക്കാൻ നല്ല. ജീവിക്കാൻ സുഖം. മറ്റേ ജോലി ചെയ്താൽ ജീവിക്കാം, ഉഴപ്പാൻ പറ്റിയല്ല. ഇതാ നല്ലത്, നമ്മുടെ നാട് തന്നെയുണ്ട്. അതെന്തുകൊണ്ട്? അവിടെ ഐസ് വരുന്നതുകൊണ്ടാണോ? എന്നാ ക്ലൈമറ്റ് വെച്ചും എപ്പോഴും തണുപ്പ്, കൂടുതൽ സമയം തണുപ്പ്. പക്ഷെ നമ്മുടെ അത്ര ഹ്യൂമിഡിറ്റി ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഈ തണുപ്പ് തന്നെ മതിയല്ലോ. തണുപ്പത്ത് നമ്മൾ അത് തന്നെ തരണം ചെയ്യാന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തുകൊണ്ടും നമുക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ കേരളം തന്നെയാണ്. നോട്ട് എ പോയിന്റ്. കൊറേഷ്യയിൽ പോയ ഒരാൾ പറയുന്നു കേരളമാണ് നല്ലത്. അത് വളരെ നോട്ട് ചെയ്യേണ്ടതാണ്. അത് സത്യസന്ധമായിട്ട് പുള്ളി തുറന്നു പറഞ്ഞതാണ്. പല ആൾക്കാരും പല കാര്യങ്ങൾ വെച്ചായിരിക്കും കേരളത്തെ തള്ളി പറയുന്നെങ്കിലും ഇദ്ദേഹം കേരളത്തെ തള്ളി പറഞ്ഞിട്ടില്ല. അതൊന്ന് നോട്ട് ചെയ്യേണ്ട കേസാണ്. അതെ, പല പിള്ളേരും ചതിക്കപ്പെടുകയാണ്. ചില ഏജൻസികളും തട്ടിക്കൂട്ട് പരിപാടികളാണ്. ഇപ്പം പാലാക്കാരൻ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ആ തട്ടിപ്പാന്ന് പറഞ്ഞ് പിള്ളേരെ വിടുന്നത്. വീടും പണയം വെച്ചുള്ള കടവും മേടിച്ചു ഇതെല്ലാം വെച്ചിട്ട് ഇവർ വിദേശത്ത് പോയി ലോക്കൽ നമ്മുടെ ഈ ലോക്കൽ യൂണിവേഴ്സിറ്റി പഠിച്ച് അവിടെ ജോലിയും കിട്ടിയാൽ അവസാന രാജ്യത്ത് നിന്ന് തിരിച്ചും വണ്ടി വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമായ അവസ്ഥയാണ്. അതുകൊണ്ടല്ലേ ഇവിടെ എന്തുമാത്രം സ്ഥലവും വീടോ വിൽക്കാൻ കിടക്കുന്നത്. മൊത്തം ബാങ്ക് ജപ്തി. എവിടെ നോക്കിയാലും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ ബോർഡ് കാണും. പ്രത്യേകിച്ച് ഈ കോട്ടയം ജില്ലയിൽ. എറണാകുളത്തോട്ട് അത്രയും കാണത്തില്ല. അവിടെയുള്ളവർ അത്രയും നാട് വിട്ടു പോയിട്ടില്ല. ഇവിടെ അയലോക്കംകാരൻ പോയെന്ന് പറഞ്ഞ് അന്നേരം വീടും സ്ഥലവും പണയം വെച്ചിട്ടാണേലും അങ്ങ് വിടുകയാണ്. അപ്പോഴത്തേക്ക് ഈ ഏജൻസികൾ വന്നിട്ട് പറയുമോ അവിടെ ചെന്നാലോ നിങ്ങൾ UK കാലുകുത്തിയാൽ, നിങ്ങൾ ഓസ്ട്രേലിയയിൽ കാലുകുത്തിയാൽ, നിങ്ങൾ കാനഡയിൽ കാലുകുത്തിക്കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും പരമ്പര മൊത്തം രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത്. ഇല്ലാത്ത പൈസ എല്ലാം കൊടുത്ത് അവിടെ ചെന്നിട്ട് ഏതോ കൂതറ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ട് അവസാനം ജോലിയില്ല, PR ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തിരിഞ്ഞ് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥ ഇപ്പോൾ ഒത്തിരി പേർക്ക് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ ഉണ്ട് കുറേ. അവിടെ ചെന്നിട്ട് ഇവിടെ കാണിക്കുന്ന കൂട്ടുപരിപാടി അവിടെ ചെന്ന് കാണിച്ചു അവരെ ചില പിടിച്ച് കീറി കൊടുക്കും. റോഡിലിറങ്ങി ഡാൻസ് കളിക്കുക പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് വെച്ചേക്കാം. ഇത് ഞാൻ ആദ്യം നമുക്ക് പെൻഡ്രൈവ് കുത്താവേ. പെൻഡ്രൈവ് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇത് കൺട്രോൾ ചെയ്യാം. ഇത് 16 വോൾട്ട് തൊട്ട് 38 വോൾട്ട് വരെ അതിൻ്റെ സപ്ലൈ.
മാനുവൽ അല്ലേ? ആപ്പുണ്ട്. ഇതിൻ്റെ ആപ്പ് എടുക്കുവാണെങ്കിൽ റിമോട്ടിൽ ചെയ്യാം, മൊബൈലിൽ ചെയ്യാം. മൊബൈലിൽ കൂടെ ആ ഇപ്പം ഇതുള്ളതല്ല കോപ്പിറൈറ്റ്. അത് വന്നെങ്കിൽ സോണി എടുക്കാം, അല്ല ബ്ലൗ പന്ത് എടുക്കാം, അല്ല JBL ഉണ്ട്. സബ്ബൂഫറും വേറെ എടുക്കണ്ടേ? സബ്ബൂഫർ വേണം. സബ്ബൂഫർ സോണിയുടെ സബ്ബൂഫർ വെക്കാം, അല്ല JBL ഉണ്ട്, നല്ല സൂപ്പറാണ്. JBLന്റെ ആ സബ്ബൂഫറിന് എത്ര രൂപയാവും? അത് 8,500 പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ തരാം. സോണിയാണ് 5,990. ഉപയോഗിക്കാനാണോ? കുറച്ചാള് വെച്ചിട്ട് തന്നേക്കണേ. പോരാ, ബ്ലൂടൂത്താണ് ഇത്. ഞാൻ നോ CFC, അതായത് NCS എന്ന് പറഞ്ഞാൽ നോ കോപ്പിറൈറ്റ് സോങ് ആണ് വായിച്ചത്. അല്ലെ നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റത്തില്ല. ഇട്ട് കഴിഞ്ഞാൽ അന്നേരം നമ്മുടെ വീഡിയോ തന്നെ ബ്ലോക്ക് ചെയ്ത് കളയും. ഇതിപ്പോ ഒരു സ്പീക്കർ എത്ര വാട്ടേജ് ഒക്കെ ഉണ്ടാവും ഇതിന്റെ? ഇത് ഞാൻ വെച്ചിരിക്കുന്ന ഒരു 250 വാട്ട്സ് കാണുമായിരിക്കും. എൻ്റെ ഒരു പഴയ സിസ്റ്റം ഇല്ല പെട്ടി, അതിൻ്റെ 2 സ്പീക്കറും പിന്നെ ഹോം തിയേറ്ററിൻ്റെ ഒരു സബ്വൂഫറും കൊടുത്തിരിക്കും. 2 സാധനത്തിൽ ഇല്ല, ഇത് ഓഫ് ആവും. ഇത് പ്രൊട്ടക്ഷനിൽ പോവും, സ്റ്റാൻഡ് ബൈ ആയി പോവും. കൊടുക്കാം, മിനിമം ഒരു 50 വാട്ട്സ് എങ്കിലും വേണം. 50 തൊട്ട് 350 വാട്ട്സ് വരെയുള്ള സബ്വൂഫർ കൊടുക്കാം, ഒന്നും സംഭവിക്കില്ല. സ്പീക്കർ 50 വാട്ട്സ് തൊട്ട് 220 വാട്ട്സ് വരെ കൊടുക്കാം. ഇത് RMS ആ, PMBO അല്ല പറയുന്നത്, മനസ്സിലായില്ലേ? RMS അത്രയും പവർ ഉണ്ട് ഇതിന്. അത് ഹെവി സാധനമാണ്. ഇത് ഫാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുള്ളി പോലും ചൂടാവുന്നില്ല. ക്ലാസ് D അല്ലേ? എനിക്ക് ഇതിന് 2 സ്പീക്കറും കൂടെ തരാം. ബോക്സിലാക്കണോ പെട്ടിയിലാക്കണോ? ചുമ്മാ തന്നാൽ പോരെ. ഓക്കെ. നമ്മുടെ സോണി അതൊന്നെങ്കിൽ ബ്ലൂ പന്ത് എടുക്കാം. ബ്ലൂ പന്തിന് 100 വാട്ട്സ് കൂടുതലുണ്ട്, സോണിക്ക് 100 വാട്ട്സ് കുറവാണ്. വിലയിൽ എങ്ങനെ ഏജൻസി? വില സെയിം ആണോ ഏജൻസി? 50, 100, 200, 300, 400, 500, 600 എന്ന് എണ്ണും. ഇതങ്ങനെയല്ല. റിയലായിട്ടും ഇതിന് സബ്, നല്ലൊരു സബ് ഇതിന് കൊടുത്താൽ ആ സോണിയുടെ 12 ഇഞ്ച് അല്ലെങ്കിൽ ആ JBLന്റെ ഒരു 12 ഇഞ്ച് സബ് കൊടുത്താൽ അതിൻ്റെ ഇരട്ടി ഇരുത്താം. ഇത് കുഞ്ഞ് സബ്ബാണ്, കണ്ടില്ല? 8 ഇഞ്ചുള്ളൂ ഈ സബ്. മറ്റേ 12 ഇഞ്ചാണ് സബ്. അത്രയും സുഖമാണ്. ഇതിന് 100 വാട്ട്സ് കൂടുതലുണ്ട്. JBL ഇതില്ല. JBL സബ്വൂഫറുള്ളൂ. ഇതടിച്ചു ബ്ലൂ പന്ത് തരാം. ഒരു കത്തി നമുക്ക് 520 വാട്ട്സ് ബ്ലൂ പന്തിൻ്റെ 3-വേ എന്നാ ട്രയാക്ഷ്യൽ സിസ്റ്റം DOX 693D എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ജർമ്മൻ ബ്രാൻഡാണ്. ഞാൻ ബ്ലൂ പന്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ചേട്ടൻ ഇട്ടായിരുന്നു, ബ്ലൂ പന്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ ഇട്ടിട്ടുണ്ടാവും ബ്ലൂ പന്ത് എന്നല്ല, ബ്ലൗ പന്ത് എന്നാണ്. ബ്ലൗ പന്ത് എന്ന് വേണം പറയാനും. ബ്ലൗ പന്ത്
പണ്ട് മാരുതിയുടെ ഒക്കെ പുറകിൽ ഈ ഇതിങ്ങനെ എഴുതി വെച്ചേക്കണം. എന്താണ് ഇതെന്ന് നമുക്കറിയാം. നമുക്ക് മനസ്സിലായല്ലോ ബ്ലോക്ക് പന്ത്. എന്താണ് സംഭവം എന്ന് ഞാൻ ഇതിനെ ഇഷ്ടപ്പെട്ട എവിടെയാന്ന് ചോദിച്ചാൽ വോൾസ്വാഗന്റെ വണ്ടിയെ മുഴുവൻ ഇതാണ്. എനിക്കൊരു വെൻഡോ ഉണ്ടായിരുന്നു. വെൻഡോയില് അവരവിടെ അവർ പുറത്ത് ഒന്നും എഴുതിയിട്ടില്ല. ഒരു പ്രാവശ്യം അതിൻ്റെ ഡോർ അഴിച്ചപ്പം ഞാൻ കണ്ടു ബ്ലോക്ക് പന്തിൻ്റെ ആകുന്ന സെറ്റ്. നല്ല സുഖമായിരുന്നു അത് കേൾക്കാൻ. ഞാൻ ആ വണ്ടി ഉപയോഗിച്ച കാലം മുഴുവൻ അതിനൊരു കംപ്ലൈൻറ്റ് ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഒരു 7 വർഷം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു വണ്ടിയാണ് അത്. വണ്ടിയും നല്ലതായിരുന്നു, അവരുടെ എല്ലാ സാധനവും നല്ലതായിരുന്നു. പിന്നെ ഇലക്ട്രിക്കിലേക്ക് പോയതുകൊണ്ട് ഞാൻ ടാറ്റയിൽ പോയെന്നുള്ളൂ. ടാറ്റ എനിക്ക് പണ്ടുള്ളതാണ്. ഇപ്പോൾ ഏതാ ഉള്ളത്? ടാറ്റ നെക്സോൺ EV. അത് 70,000 കിലോമീറ്ററായി. അത് പക്ഷേ അപ്പം ഫ്രീ ഓഫ് കോസ്റ്റിൽ ഓടുന്ന വണ്ടിയാണ്. വീട്ടിൽ സോളാറും ഉണ്ട്. സോളാർ വെച്ചിരിക്കുക. എത്ര 10. അപ്പോൾ അതിൻ്റെ വാറണ്ടി പേപ്പർ കിട്ടി. BPIN പ്രൈവറ്റ് ലിമിറ്റഡ് വാറണ്ടി കാർഡ് സർവീസ് സ്പീക്കർ ബ്ലോക്ക് പന്ത്സ്. വാറണ്ടി ടേംസ് ആൻഡ് കണ്ടീഷൻസ് 1 year ആയിരിക്കും. 12 months വാറണ്ടി, 12 മാസമേ. അപ്പോൾ ഇത് ബില്ലടിക്കുമ്പോൾ ബില്ലും വാറണ്ടി പേപ്പറും സൂക്ഷിച്ച് വെക്കണം. വയറുണ്ട്, ഇൻസി ആ വയറെടുത്തു. സ്പീക്കർ കൊടുക്കുമ്പോൾ എന്തെങ്കിലും പൊളാരിറ്റി ഉണ്ടോ? ഉണ്ട്, പൊളാരിറ്റി ഉണ്ട്. ഇത് നമ്മൾ മുറുക്കാനുള്ള ഷൂവേ പെട്ടിയിലെ. ട്വീറ്ററാണല്ലേ, നല്ല ലുക്കുണ്ട്. ഇത് മിഡ് റേഞ്ച്, ഇത് ട്യൂട്ടർ, ഇത് സബ് വൂഫർ. കൊള്ളാം. ഇതിൻ്റെ 520 വാട്ട്സ് 55 വാട്ട്സ് ഉണ്ട്. ഇത് ഒരു സ്പീക്കർ. പിന്നെ അതിൻ്റെ മുറുക്കാൾ ഇത് ഒരു അതിൻ്റെ വയർ അതിൻ്റെ കൂടെ ഉള്ള. ഇത് പോസിറ്റീവ് നെഗറ്റീവിനും വലിപ്പം കൂടിയതും വലിപ്പം കുറഞ്ഞതുമായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് ആവട്ടോ, പേപ്പറൊന്നും അല്ല. ഇത് കഴുകിയാലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇതിലോട്ട് ഇങ്ങനെ കുത്തിയാൽ മതി, ലോക്കായി. അത്രേ ഉള്ളൂ സംഭവം. ഈ സൈഡും പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകുന്നു, പേടിക്കുകയേ വേണ്ട. അപ്പോൾ നമുക്കൊരു സ്പീക്കർ ഒരെണ്ണം കൊടുത്ത് നോക്കാം. എങ്ങനെ ഇച്ച് പെർഫോം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ബോക്സ് വേണം, എന്നാലേ ഇതിപ്പോൾ അറിയാൻ പറ്റുള്ളൂ. സബ് വൂഫർ കൂടി വേണം അല്ലേ? ബോക്സിനകത്ത് വെക്കണം, എന്നാലേ അറിയത്തുള്ളൂ. അതേലും പോസിറ്റീവ് നെഗറ്റീവ് എഴുതിയിട്ടുണ്ട്. അത് നോക്കി കൊടുത്തോ. ഇതേ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള വര അവിടെ നോക്കിയാലേ കറക്റ്റ് അറിയാം. വെള്ള വരയുള്ളത് പോസിറ്റീവ് അല്ലേ, വണ്ണം കൂടിയത് വെള്ള വരയല്ലേ? ഓക്കെ. അപ്പോൾ വെള്ള വരയുള്ളത് പോസിറ്റീവാണ്, ഫുൾ കർമ്മനായിട്ടിരിക്കുന്നവൻ നെഗറ്റീവാണ്. ഈ കറുത്ത വരയുള്ളത് നെഗറ്റീവായിട്ട് ചില സോണിയിടത്തെ വരുന്ന അങ്ങനെയാണ്. ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും. സോണിയുടെ പിന്നെ ഒരു ജാക്കുള്ള കാരണം അത് തിരിഞ്ഞു പോകില്ല ഹോം തിയേറ്ററിനെ. അത് അങ്ങനെ തിരിഞ്ഞു പോയിരിക്കാൻ വേണ്ടി അത് തിരിഞ്ഞല്ല, വേറെ സ്പീക്കർ കൊടുത്താൽ തന്നെ അത് അടിച്ചു പോകും. അതുകൊണ്ടാണ് വേറെ സോണിയുടെ തന്നെ വേറെ സ്പീക്കർ കൊടുത്താൽ അപ്പം പണി കഴിയും. കറക്റ്റ് ആ ഇമ്പിഡൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇപ്പം ഇതിന് ആ പ്രശ്നമില്ല. ഇത് മറ്റേ പ്രൊട്ടക്ഷൻ ഉള്ള സർക്യൂട്ടാണ്. അന്ന് ആ സർക്യൂട്ട് ഇല്ല. ഞാൻ കൊടുക്കാം. ഒരു ഷോട്ട് എന്നാടി ഒരു വീഡിയോ ഫ്രണ്ടിൽ ഇടാൻ പറ്റുന്ന ഒരു വീഡിയോ കൊള്ളാം. ഇവരും കൂടെ നിന്നോട്ടെ എനിക്ക്, ഇവരെ കൂടെ ബാക്ക്ഗ്രൗണ്ട് പോയിക്കോളൂ. അങ്ങനെ കിട്ടോ? മുമ്പോട്ട് കുറച്ചാൽ ഇറക്കാം.
താഴെ പോകാൻ പോവുകയില്ല. അവിടെ കണക്ഷൻ ഉണ്ടെന്ന് നോക്കണം. ആ കുഴപ്പമില്ല. ഒരാൾക്ക് പൊക്കം കുറവാണ്. ഇപ്പറവാ ഇപ്പം ഒരാളെ ഇത്ര ഒരാളുടെ കൈ കൊടുക്കാം. ഒരെണ്ണം സാറ് പിടിച്ചു. അതൊക്കെ ഒരു പബ്ലിസിറ്റി അല്ലേ. ഓക്കെ, ഈ 4 പേര് ഇവിടെ ഒരാൾ വന്നേ. ഈ ആൾ ഇവിടെ വന്നു. അപ്പോൾ വന്നല്ലോ. അവിടെ നോക്കും. ബ്ലൗപന്ത് നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ബ്ലൗപന്തിൻ്റെ അടിപൊളി 3-way സ്പീക്കർ. അടിപൊളി. ഓക്കെ, വീതി കൂടി വന്നും വീതി കുറഞ്ഞതാ. അത് വീതി ഉള്ളത് അവിടെ കൊടുത്ത് ശീലമുള്ളതാണ്. അവിടെയല്ല ഇവിടെയല്ല. അവിടെ കൊടുത്താൽ മതി. അതല്ല, അത് വീതി കൂടിയതല്ലേ. അതെ, കറക്റ്റാ. കണ്ണാടി ഉണ്ടോ? ഓക്കെ 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 ഇപ്പം ശരിയായി. ഇത് വീതി പറഞ്ഞു. അല്ല, കേബിൾ ടി വിക്കാരാണ് ഏറ്റവും കണക്ഷൻ കൊടുക്കുന്നത്. അതെ അതെ, പ്രായത്തിൻ്റെതായ തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇത് തിരിഞ്ഞാലും മറിഞ്ഞാലും കുഴപ്പമില്ല. വീതി കൂടിയതും കണ്ണ് കാണാവുന്നവരില്ല. ഞങ്ങളൊക്കെ പണ്ട് അറിയാവുന്ന കാലത്ത് ഇഷ്ടംപോലെ കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കാലത്തെ പോലെ ഒന്നുമല്ല. അന്നത്തെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ 1.5 കണക്ഷനായിരുന്നു. ഒരു കണക്ഷൻ ഒരാൾക്ക് കൊടുത്താൽ ആ വീട്ടിൽ ഉത്സവമായിരുന്നു, ഉത്സവം. ഇന്നിപ്പോൾ എല്ലാവരും കൂടെ കയറി കണ്ട് ഇന്ന് ടി വി ഒക്കെ ആർക്കും ഒന്നും അല്ലല്ലോ. അന്നൊരു വീട്ടിൽ കൊണ്ടുപോയി ഒരു കേബിൾ ടി വി ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷമാണെന്നറിയോ. നമുക്ക് സന്തോഷം, അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പിന്നെ എപ്പോഴെങ്കിലും ഞാനും ഒരു കണക്ഷൻ പടവെങ്ങാനും പോയിട്ടുണ്ട് അല്ലേ, അന്നേരം വിളിക്കുക. അതെ, തെറി വേറെ വരും. ഇന്ന് പിന്നെ അത്ര ഒന്നും വിഷയമില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. ഇന്ന് ഒപ്റ്റിക്കൽ ഫൈബർ ആയപ്പോഴത്തേക്കുവേ അന്ന് കേബിൾ വഴിയല്ലായിരുന്നോ. എൻ്റെ സുഹൃത്ത് ഒരാൾ കേബിൾ ചെയ്തതാണ്. പുള്ളി ജർമ്മനി പോയി കേബിളും ഇതെല്ലാം കൊണ്ടുവന്ന് ലക്ഷങ്ങൾ മുടക്കി കേബിൾ ടി വി ചെയ്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3-4 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ സ്പീക്കർ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഞാൻ CFC ഒരു സബും കൂടി ഉണ്ടെങ്കിൽ എന്താ സബ് ഉണ്ടോ കുറയ്ക്കാം. ആ സ്പീക്കറിൻ്റെ മാത്രം. നല്ല ട്രിബിളാ. ഇവിടെ പെട്ടി ഇരിപ്പുണ്ടോ? പെട്ടി വന്ന സൗണ്ട് വ്യത്യാസം വരും അല്ലേ? ഭയങ്കര വ്യത്യാസം. ആന പോലെ പെട്ടിയില്ല. അങ്ങനെ വെച്ചിട്ട് ഒരു കാര്യമില്ല. മേളിൽ പോയി 2 പെട്ടി എടുത്തോണ്ട് വരാം. താക്കോൽ എടുത്തുണ്ടോ? കിട്ടത്തില്ല ബോക്സ് ഇല്ലാതെ. പിന്നെ നമ്മൾ സബ്വൂഫറിൻ്റെ ബാസാണ് വരുന്നത്. ഇതിനകത്ത് നല്ല ട്രിബിൾ വേണം കയറി വരാൻ. ഇതിനകത്ത് നല്ല ട്രിബിൾ കയറി വരുന്നുണ്ട്. സബ്വൂഫർ വന്നു കഴിയുമ്പോൾ സുഖം വരുള്ളൂ. സബ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വോളിയം കുറച്ചല്ലേ. സബ് അല്ലേ?
സബ്ബൂഫറിന് വേറെ ആമ്പൊന്നും കൊടുക്കണ്ടല്ലോ അല്ലേ? ഇതിന്റെ ഡയറക്റ്റ് സബ് ഉള്ളതല്ലേ? സബ്ബൂഫർ ഉള്ളതല്ലേ? ആ അത് എത്ര ഡയറക്റ്റ് ഇഞ്ചാ കൊടുത്താൽ അത്? മതി അല്ലേ? ആ സോണിയുടെ ഹോം തിയേറ്ററിൻ്റെ സബ്ബൂഫറുണ്ട്. മുഴുവൻ ഓളയും കൊടുക്കണ്ട, ഒരു ഈ ഫ്രീക്വൻസി ഒക്കെ ഇച്ചിരി പകുതി കൊടുത്താൽ മതി. ഞാൻ പകുതിയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു പ്രാവശ്യം ഈ സ്പീക്കർ വെച്ചിട്ട് ഞാൻ ഫുള്ള് ഈ ആംപ്ലിഫയർ വെച്ച് കൊടുത്തിട്ട് സ്പീക്കർ പറപ്പറന്നായിപ്പോയി. പിന്നെ ഞാൻ റീകണ്ടീഷൻ ചെയ്ത് എടുത്താൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഫുൾ ഓളിയം കൊടുക്കണ്ട. ആ അല്ല, ഓളയും ഫുള്ള് കൊടുത്തോ, ഫ്രീക്വൻസി കയറ്റണ്ട. ഫ്രീക്വൻസി കയറ്റുമ്പോൾ ഭയങ്കര തള്ള. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സബിന്റെ അടിയാണ് സബിന്റെ അതാണ് വോക്കലിൽ കൂടെ കയറി വന്ന് ഭയങ്കരമായിട്ട് അത് ഇതാണോ? അത് ഇങ്ങേറ്റത്തെ ഫ്രീക്വൻസി. ഇത് സബിന്റെ ഓളിയം. ആ. ഓളിയം ഫുൾ ഇട്ടാലും കുഴപ്പമില്ല, അത് ആ ബാസ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഇത് വരുമ്പോഴത്തേക്കും ഭയങ്കര തള്ളിച്ച. ഞാൻ കേട്ടാ ഇത് ലെഫ്റ്റ് റൈറ്റ് ഓളി അങ്ങനൊന്നുമില്ല, ഒറ്റ ഓളിയാണോ? മെയിൻ ഓളിയം അങ്ങനെ. ഇതിവിടെ എടുത്ത് വെച്ചോ, ഈ ഗ്ലാസ്സേ വെച്ചോ, എന്നിട്ട് ഈ സ്പീക്കറും എടുത്ത് അതിനകത്തോട്ട് വെച്ചു. ചുമ്മാ എടുത്ത് വെച്ചാൽ മതി പൊത്തിനകത്തോട്ട്. എവിടെയാലും വെച്ചോ, അവിടെ വെച്ചാലും കുഴപ്പമില്ല. ചുമ്മാ ഒരു വ്യത്യാസം മനസ്സിലാക്കാം. പണ്ട് നമ്മൾ കുടത്തിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുടം കുടം ഒരു കാലത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് പെട്ടിയൊക്കെ മേടിക്കണം, ഒത്തിരി രൂപയായിരുന്നു. break all the heartache, 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 all the നല്ല സൂപ്പറാ ഏജൻസി, സൂപ്പറാ. ഉള്ള കാര്യം പറയാമല്ലോ, ഒട്ടും മോശമല്ല. സോണിയേക്കാളും ആ സ്പീക്കർ എത്ര? 5990. സബ്ബൂഫർ ആണെങ്കിൽ 3500 അത് വെച്ച് കേൾപ്പിക്കാം. 3500 കേൾപ്പിച്ച ഇവർക്ക് ആർക്കെങ്കിലും മേടിക്കണം. അല്ല, അതിന് വാട്സ് ഇച്ചിരി കുറവാണെന്നുള്ളൂ, മോശമാണെന്നുള്ളൂ. ഇല്ല, മൈക്കില്ല. മൈക്കുള്ളത് വേറെ സാധനം. മൈക്കുള്ളതിന് 250 രൂപ കൂടുതലാണ്. മൈക്ക് യൂസ് ചെയ്യാം. മൈക്കിന്റെ കാണിച്ച് 2 മൈക്ക് അതിന് 750 രൂപ. അത് വോട്ടേജ് ഇച്ചിരി കുറവാണോ? നല്ല സാറേ, അത് ഇതിന്റെ ഈ കുറഞ്ഞതിന്റെ അതേ വാട്ടേ ഉള്ളൂ. ഇതുണ്ട് 2 മൈക്ക് ഇവിടെ ഡയറക്റ്റ് കുത്താം. ഇതിന് മൈക്ക് വോളിയം, മൈക്കിന്റെ എക്കോ ഇതുണ്ട്. ഇത് 1 2 3 4 5 6 7 ലൈറ്റ് ഉണ്ട്. ഇത് 2 3 5 ഉള്ളൂ. 2 മൈക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഉണ്ട്. മൈക്ക് പാട്ട് പാടുന്നവരുണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ആവശ്യമുള്ളൂ. കാരണം കരാക്കെ പാട്ട് പാടാൻ നമുക്ക് പെൻഡ്രൈവ് ഇട്ട് എടുക്കാം, ബ്ലൂടൂത്ത് ഇട്ടും എടുക്കാം. ഇതിന്റെ പവർ അറിയാൻ മറ്റേത് കൊടുക്കാം, കേൾപ്പിക്കാം. ഒന്ന് വെച്ചാൽ മതി. ഇത് വെച്ചാൽ അതിന്റെ പവർ കിട്ടും. ഈ 3500 പവർ സെയിം ആയത്. അപ്പൊ ഇത് പാക്ക് ചെയ്തു. ഇപ്പൊ പാക്ക് ചെയ്യാം. അത് ചെയ്യാം. ഇത് മാറ്റിക്കും. അത് കൊടുക്കാം. ഇപ്പം അടുത്തെല്ലാരും ഒരു ജ്യൂസും കൂടെ ആകാം. രഞ്ജുവിന് ക്രൊയേഷ്യ പോകാനുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് നാളെ പോകും. അതും കൂടെ കൂടെ. ക്രൊയേഷ്യയില് നാളെ രാവിലെയാ ഫ്ലൈറ്റ്? അത് നാളെ വൈകിട്ടോ? കൊച്ചിന്നാണോ? അല്ല, ഇപ്പൊ വന്നിട്ട് 2-3 മാസമായോ?
എന്നാന്നറിയോ, ഇന്നലെ വന്ന പോലെ തോന്നുന്നത്. ഈ ജനുവരിയിൽ ഞങ്ങളുടെ യൂട്യൂബ് നേരത്തെ ഒക്കെ എനിക്ക് അങ്ങനെ പോയിട്ടേ ഈ വലിയ ഐസ്ക്രീമൊക്കെ തിന്ന തൊണ്ടയ്ക്കുമ്പരം വരുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഒരു കാലത്ത് അങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പോൾ വലിയ ഹ്യൂമിഡിറ്റി ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. പഴയൊരു ഹ്യൂമിഡിറ്റി ഇവിടെ കേരള മഞ്ഞൊന്നും അധികം വന്നില്ലോ, നമുക്കിവിടെ ഒട്ടും മഞ്ഞ് വന്നില്ലോ. സബ്ബൂഫറിന് ഭയങ്കര വിലയാണ്. പക്ഷേ ഞാൻ സാറിന് തരാം, 8,500 ഒറിജിനൽ സാധനമാണ്. 8,500 അതിൻ്റെ MRP. അത് ഞാൻ അപ്പോൾ അവരോട് JBL ഉണ്ടെന്ന് പറയാം. JBL ഒന്നും വേണ്ട, നമുക്ക് സോണി സാറേ. ബ്ലൂ പന്ത് അതൊന്നും വേണ്ട. സോണി ഉണ്ടോ? അത് അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ വിളിക്കുന്നത് നമ്മളെ. അപ്പോൾ അതുകൊണ്ട് സോണി തീർന്നു പോയി മൊത്തം. സ്പീക്കർ പറ്റിയാ പിടിപ്പിച്ചേക്കട്ടെ. ഓക്കെ. മോനെ അതെല്ലാം കൂട്ടിലാക്കി പെട്ടിയെടുത്ത് ഇതിനകത്ത് കൂട്ടിക്ക് പടപടെന്ന് അടുക്കിക്ക്. ബ്ലൂ പന്ത് ഇതോ മറ്റേത് സബ്ബൂഫർ എടുക്കുമല്ലേ? JBL കൊടുക്കുക, എല്ലാം ഫുള്ളായിക്കോട്ടെ. അല്ല ഏട്ടാ, ഏത് സബ്ബൂഫറിനാണ്? JBLൻ്റെ 1500 വാട്ട്സിൻ്റെ സബ്ബൂഫർ. അടിപൊളി സാധനം, ഒറിജിനൽ സാധനമാണ്. അപ്പോൾ ഇത് ഡബിൾ മാഗ്നറ്റ് 1500. ഇതിൻ്റെ ഒരു ഇത് ഓണാണ്. ഇപ്പോൾ ഫുൾ ഓളിയം ആയിട്ടിരിക്കും, ഫുൾ ഓളിയം വെച്ചിരിക്കുക. ഇത് ഓണാണെന്നോ എന്തെങ്കിലും അറിയാമോ? മറ്റേ ആംപ്ലിഫയർ ഒരു ചീറ്റലും ബഹളവും. ഇത് ഓണാന്ന് പോലും അറിയത്തില്ല. ആ ശബ്ദം വരുമ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിറ്റ് പോകുന്ന സാധനം. ഒരു കംപ്ലൈൻറ്റും ഇല്ല, സൂപ്പർ ഐറ്റം. ഇത് ഓക്സിജനുണ്ട്, എല്ലാ സാധനവും അതിനുണ്ട്, എല്ലാ സാധനവും അതിനകത്തുണ്ട്. ഇത് ബ്ലൂടൂത്ത് ഉണ്ട്. ഇത് ഇൻസ്റ്റേറ്റ് ചെയ്തോടി. എൻ്റെ അത് ചെയ്യണോ? കൺട്രോൾ ചെയ്യാം. ഈക്വലൈസറൊക്കെ വെളുക്കാന്നാണ്. നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് നമ്മളെ പൊട്ടന, അവർക്കിതെല്ലാം അറിയാം. പറഞ്ഞു മനസ്സിലായി. അവിടെ ലോക്കൽ മേടിക്കുന്ന ഏറ്റവും നല്ലത്. മറ്റേത് 220 പ്ലസ് 220 പ്ലസ് 300. 11,190. ജൻസിനകത്ത് ജയിക്കുമല്ലേ?
ഇതാണ് ഏറ്റവും വില കുറഞ്ഞതും ഏറ്റവും പെർഫോമർ ആയിട്ടുള്ള സാധനം. ഇനി ചേട്ടാ എത്ര കാണിച്ചു? 11,190. അതേതാ ജിപേ നമ്പർ? അത് കാണിച്ചു, ജീൻസ് കാണിച്ചോടി. Don't push back. 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 Don't push. Don't push back. Don't push back. 11,190. Conscience under pressure. സാധാരണ ഇതിനകത്ത് ധാരാളം. Conscience under pressure. Conscience under pressure. You can shake it anyway. Well, you can shake it anyway. മോനെ ബില്ല് കൊടുത്തോ, ബില്ല് ഇതും കൊടുത്തോ. Well, you can shake it അത് വണ്ടിയെ കയറ്റണേ. anyway. മോനെ വണ്ടി തുറന്ന് എല്ലാം കയറ്റി കൊടുത്തേ. സ്പീക്കർ വയറെല്ലാം അതിനകത്ത് വെച്ചല്ലേ മോനെ? എല്ലാം വെച്ചില്ല ഇപ്പൊ ചേട്ടാ? അതായത് സബ്ബൂഫറിനുള്ള വയറ് വേണമെങ്കിൽ തരാം. അപ്പോൾ ചെയ്യാനുള്ള വാശിയും തീർന്നു, എല്ലാം തീർന്നു. സമയം എത്രയായി? 4:30 ജിൻസി പോകണം. അയക്കാ കിട്ടി. ഈ ചേച്ചി ഒരു ചേച്ചി കൊച്ചുമോനെ എന്തായിരുന്നു? അതല്ല മോളെ, അത് കൊടുത്താലും മതി. അത് എത്ര മീറ്റർ ഉണ്ടോ നോക്കി. 4 മീറ്റർ ഉണ്ടോ നോക്കി. ആ ഗേജുള്ള പെട്ടെന്ന് തന്നെ കൊടുത്തു. ആ തക്കായുടെ റിമോട്ടില്ല ജിൻസി. ആ നോർമലല്ലേ? സാധാരണ നോർമലല്ലേ വേണ്ടേ? ടി വി നോർമലല്ലേ? ഇരിക്കെ തരാവേ.